ഇന്നലെ ഞങ്ങൾ കോഴിക്കോടൊന്ന് പോയി കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഹാഫ് ഡേ ലീവാണ് എടുത്തത്. അങ്ങനെ ലീവൊക്കെ എടുത്ത് മോളെ സ്കൂളിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലൊക്കെ പോയി പിന്നെ 3:30 ആകുമ്പോഴേക്ക് വീട്ടിലെത്തിയപ്പോൾ തോന്നി പെട്ടെന്നൊന്ന് കോഴിക്കോട് പോവാം, തളിയിൽ അമ്പലത്തിലൊന്ന് തൊഴാം, പിന്നെ ക്രാഫ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച ഒരു ഷോപ്പും തുറക്കില്ല ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ലീവ് എടുക്കുന്ന സമയത്ത് മാത്രമേ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് വല്ല സാധനങ്ങളും വാങ്ങാൻ പറ്റുള്ളൂ. അതെന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ഇങ്ങനെ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ഉണ്ടെന്നൊന്നും എനിക്കൊരു അറിവില്ലാതെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് അവിടെ നമ്മൾ ആദ്യം പോയി തൊഴുതത് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. അവിടെ ചെന്ന് തൊഴുതിട്ട് തിരിഞ്ഞ് നിന്ന സമയത്താണ് ആ കുളത്തിൻ്റെ അവിടേക്കുള്ള ലൈറ്റ് ഡെക്കറേഷൻ കാണുന്നത്. ശരിക്കും വണ്ടറടിച്ചു പോയി. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വളരെ എന്താ പറയുക ഭംഗിയിലുള്ള ലൈറ്റ് ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ശരിക്കും വേറെ ഏതോ ലോകത്തെത്തിയ പോലെ തോന്നി. അങ്ങനെ അവിടുന്ന് തൊഴുതു. പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു, ഒരു ഇളങ്കാറ്റ്, വലിയ ചൂടൊന്നുമില്ല. ആ ഒരു കുളത്തിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ബീച്ചിലൊക്കെ പോയിരിക്കണ പോലെയായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു അവിടെ കാറ്റ് കൊള്ളാനൊക്കെ വേണ്ടി ഇരിക്കുന്നു. ആ ഒരു ചൂടും ഒരു ടൗണിൻ്റെ ഒരു തിരക്കും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനേ തോന്നുന്നില്ലായിരുന്നു, അത്രയും രസമായിരുന്നു. അങ്ങനെ ആ ലൈറ്റ് ഡെക്കറേഷനൊക്കെ കണ്ടു. അമ്മിണിക്ക് നല്ല സന്തോഷമായി കേട്ടോ. സാധാരണ അമ്മിണിക്ക് വല്ല മാളിലൊക്കെ പോകുന്നതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇന്നലത്തെ ഈ ഒരു യാത്ര അമ്മിണിക്ക് വളരെ ഇഷ്ടമായി. ഇതൊരു ആൽമരത്തിൽ അവർ ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. ആ കാറ്റത്ത് ഇതിങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ നമ്മൾ തളിയിൽ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. കുറച്ച് പ്രസാദം, പായസം ഇലയിൽ, ആ ചൂടുള്ള പായസം ഇലയിൽ, ആ ഇലയിൽ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. തളിയിൽ അമ്പലത്തിൻ്റെ പുറത്ത് ഉള്ളൊരു ഡെക്കറേഷനാണ്, അതാണ് ഞാൻ ഫോട്ടോ എടുത്തത്. തളിയിൽ അമ്പലത്തിൻ്റെ ഉള്ളിലും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വളരെ സമാധാനമായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം വിശന്നൊക്കെ തുടങ്ങി കേട്ടോ. ഏതായാലും ഈ ഭാഗത്തേക്ക് വന്നതല്ലേ, അപ്പം വിനായക റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ടോ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ട്. അങ്ങനെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വിറകിലാണ്, അതുകൊണ്ടാണ് ഇത്രയും സമയം വരുന്നതെന്ന്. അതെന്താണെന്നൊന്നും അറിയില്ല. എന്നാലും കാത്തിരുന്നിട്ട് കിട്ടിയതാണെങ്കിലും നല്ല അടിപൊളി ദോശയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.